യെസ് പ്രൊഫസർ റോണി, ഷാബു പ്രസാദ് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ? നോക്കൂ, ഇത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ കേജ്രിവാളിനെ നോട്ടീസ് അയച്ചു എന്നുള്ളതല്ല. നേരത്തെ തന്നെ 9 തവണയോ മറ്റോ അദ്ദേഹം അത് മൊത്തം തിരസ്കരിക്കുകയായിരുന്നു. അദ്ദേഹം പിടികൊടുക്കാതെ ഇങ്ങനെ തെന്നി മാറിപ്പോവുകയായിരുന്നു. അപ്പോൾ തെറ്റ് കേജ്രിവാളിൻ്റെ ഭാഗത്ത് തന്നെയല്ലേ? ഞാൻ ഒരിക്കൽ കൂടി താങ്കളോട് ചോദിക്കുകയാണ്, അരവിന്ദ് കേജ്രിവാൾ ഈ വിഷയത്തിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാണ് ഇതിൽ അഴിമതി നടത്തിയതെങ്കിൽ, അതായത് സിസോദിയ, വിജയ് നായർ ഉൾപ്പെടെയുള്ളവരാണ് ഈ ഡീല് നടത്തിയതെങ്കിൽ, ഈ ഇടപാട് നടത്തിയതെങ്കിൽ അത് തുറന്നു പറയുകയല്ലേ വേണ്ടത് അരവിന്ദ് കെജ്രിവാൾ? അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് ആദർശത്തിൻ്റെ രാഷ്ട്രീയമാണെങ്കിൽ ആ ഒരു തുറന്നു പറച്ചിലല്ലേ അഭികാമ്യം. പകരം അദ്ദേഹം നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുന്നു. രാജ്യത്തെ പ്രതിപക്ഷം പറയുന്നു നരേന്ദ്രമോദി ജനാധിപത്യത്തിൻ്റെ ആരാചാരായി വർത്തിക്കുകയാണ്. അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് ഒക്കെ പ്രസക്തിയുണ്ടോ? എന്തെങ്കിലും കൃത്യമായിട്ട് നീതിപീഠത്തെ ബോധ്യപ്പെടുത്താൻ ഉണ്ടെങ്കിൽ കെജ്രിവാളിനെ ഇ ഡിയുടെ കസ്റ്റഡിയിലേക്ക് വിടുമായിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം പരാജയപ്പെട്ടു എന്നല്ല മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട അനിൽ നമ്പ്യാർ, പ്രിയപ്പെട്ട ശ്രീ ശ്യാമപ്രസാദ് ഉപയോഗിച്ച ചാവേർ എന്ന വാക്ക് ഞാൻ ഒരു വലിയ അംഗീകാരമായിട്ട് തന്നെ ഞാൻ പിന്നെ പരിഗണിക്കുക. കാരണം ചാവേറുകളുടെ യുദ്ധവീര്യത്തിൽ, പോരാട്ടത്തിൽ ചരിത്രങ്ങൾ തന്നെ മാറിയ ഒരുപാട് സംഭവങ്ങൾ നമുക്കുണ്ട്. ഞാനത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയം തന്നെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ട്, ഇത് ജനൻ ടി വിയിൽ മാത്രമുള്ളൊരു ചർച്ചയല്ല. ഇന്ന് ഞാൻ പല ദേശീയ ചാനലുകളും ഒക്കെ കണ്ടതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. ആ പല ചാനലുകളിലും ഇന്നത്തെ ചർച്ച അരവിന്ദ് കേജ്രിവാൾ അഴിമതിക്കാരൻ എന്നുള്ളതല്ല. അരവിന്ദ് കേജ്രിവാൾ അല്ല ഇന്നത്തെ അവിടുത്തെ മുഖ്യ തീം. അവിടുത്തെ തീം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. കാരണം അരവിന്ദ് കേജ്രിവാളിനെ അഴിമതിക്കാരനായി ചിത്രീകരിച്ചത് കോൺഗ്രസ് ആണ് എന്നുള്ള ഒരു നരേഷനിലേക്കാണ് ഇന്നത്തെ ചർച്ചകൾ മുഴുവൻ പോകുന്നത്. ഇതിന് കാരണം ഞാൻ കൃത്യമായി തന്നെ പറയാം. കാരണം ഇന്നലെയും ഇന്നും ഒക്കെയായി മാധ്യമങ്ങളിൽ വന്ന ഒരുപാട് വാർത്തകൾ കൊണ്ട് BJP പ്രതിരോധത്തിൽ പോയി. എവിടെയാണ് പ്രതിരോധത്തിൽ പോയത് എന്ന് ഞാൻ കൃത്യമായി പറയാം. ഈ മദ്യ നയ അഴിമതി കേസിൽ BJP മാപ്പ് സാക്ഷിയായി അവതരിപ്പിച്ചിരിക്കുന്ന BJPയെ മാറ്റി നിർത്ത്, ഞാൻ BJPയെ പറയുന്നില്ല, ED ആണല്ലോ. ED മാപ്പ് സാക്ഷിയായി പറഞ്ഞിരിക്കുന്ന P ശരത്ചന്ദ്ര റെഡ്ഡി. അദ്ദേഹത്തെ 2022 നവംബർ മാസം 10-ാം തീയതി അദ്ദേഹത്തെ ഒരു പ്രതിയായിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ആദ്യം കൊടുത്ത FIR-ലൊക്കെ അദ്ദേഹം പ്രതിയാണ്. അദ്ദേഹം വളരെ കുറ്റകരമായി അഴിമതി നടത്തിയ പ്രതിയാണ് ആര്? P ശരത്ചന്ദ്ര റെഡ്ഡി. അദ്ദേഹത്തിന്റെ സ്ഥാപനം എന്ന് പറയുന്നത് അരബിന്ദോ ഫാർമ ലിമിറ്റഡ്, ഹൈദരാബാദ് കേന്ദ്രീകരിച്ച്, ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അരബിന്ദോ ഫാർമ ലിമിറ്റഡ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് 2022 നവംബർ 10. നവംബർ 15-ാം തീയതി കൃത്യമായി 5 ദിവസം കഴിഞ്ഞപ്പോൾ 5 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അദ്ദേഹത്തിന്റെ കമ്പനി വാങ്ങുന്നു. ആരിൽ നിന്നും? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും വാങ്ങുന്നു. ആ പണം എങ്ങോട്ട് പോകുന്നു? BJPയുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു. കൃത്യം 5 ദിവസം കഴിഞ്ഞ്, അറസ്റ്റ് ചെയ്ത് 5 ദിവസം കഴിഞ്ഞ് 5 കോടി രൂപ. അതോടുകൂടി അദ്ദേഹം എന്തായി മാറുന്നു? പ്രതിയായ അദ്ദേഹം ആദ്യത്തെ FIR-ൽ ഗുരുതരമായ ജാമ്യം പോലും കിട്ടാത്ത കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്ത ഈ പറയുന്ന P ശരത്ചന്ദ്ര റെഡ്ഡി പിന്നെ അവതരിക്കുന്നത് ആരായിട്ടാണ്? അദ്ദേഹം അവതരിക്കുന്നത് ഈ കേസിലെ മാപ്പ് സാക്ഷിയായിട്ടാണ്. അതുകൊണ്ട് തീർന്നില്ല, വീണ്ടും അദ്ദേഹത്തിൽ നിന്ന് ഫണ്ട് വല്ലാണ്ട് ഒഴുകിയ BJPയിലേക്ക്. അദ്ദേഹത്തിന്റെ കമ്പനി വാങ്ങിയ ഇലക്ട്രൽ ബോണ്ടുകളുടെ മൊത്തം മൂല്യം 52 കോടി. അതിൽ 34.5 കോടിയും പോയിരിക്കുന്നത് BJPക്ക്. ഇവരോട് എന്ത് ചെയ്തു അദ്ദേഹം? ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹമോ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളുകളോ ആന്ധ്രാപ്രദേശിലെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും ഇടം പിടിക്കുന്ന ഇതിലേക്ക് കടന്നു പോകുന്നു. അപ്പോൾ ഇതെല്ലാം ഈ രാജ്യത്തും അതിനെ വളരെ എന്നോട് പ്രിയപ്പെട്ട ശ്രീ അനിൽ നമ്പ്യാർ ചോദിച്ചു, ആരാണ് അവിടെ മദ്യ നയ അഴിമതി എന്ന് വളരെ കൃത്യമായി തന്നെ പറയാം. അവിടെ ഒരു ഉപസമിതിയാണ് രൂപീകരിച്ചത്. 3 മന്ത്രിമാരടങ്ങുന്ന ഉപസമിതി. മനീഷ് സിസോദിയ, സത്യേന്ദ്ര ജെയിൻ, കൈലാഷ് ഗെഹ്ലോട്ട് എന്ന 3 മന്ത്രിമാരടങ്ങുന്ന ഉപസമിതി. ആ ഉപസമിതിയാണ് ഈ മദ്യനയം. കാരണം അങ്ങനെയാണ് ഈ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു മന്ത്രിക്ക് ഒരു വീഴ്ച വന്നാൽ അതിന്റെ എല്ലാം ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്രധാനമന്ത്രിക്കായിരിക്കുമല്ലോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കായിരിക്കുമല്ലോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ അല്ല പ്രൊഫസർ റോണി, പക്ഷേ നയരൂപീകരണത്തിൽ പ്രധാന ആ ഉത്തരവാദിത്വം ഒക്കെ നിർവഹിച്ചത് അരവിന്ദ് കെജ്രിവാളാണ് എന്ന്
ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കാതെ, രേഖകൾ പരിശോധിക്കാതെ ഇങ്ങനെ ഒരു കൺക്ലൂഷനിൽ ഇ ഡി എത്തുമോ? കാരണം അദ്ദേഹമാണ് അതിൻ്റെ ഒരു തലച്ചോറ്, അദ്ദേഹമാണ് മദ്യനയത്തിൻ്റെ തലച്ചോറ്, അദ്ദേഹമാണ്. മറ്റുള്ളവർ അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ മാസ്റ്റർ മൈൻഡിനെ പിടിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേസ് ദുർബലമാവില്ലേ പിന്നീട് വിചാരണാവേളയിൽ? പ്രിയപ്പെട്ട അനിൽ നമ്പ്യാർ, ഈ കേസിലെ ഇപ്പോൾ സാക്ഷികളായി പറയുന്നവർ ഞാൻ പറഞ്ഞ പി ശരത്ചന്ദ്ര റെഡ്ഡി, ദിനേശ് അറോറ, പിന്നെയുള്ളത് മകുന്ദ ശ്രീനിവാസ് റെഡ്ഡി, രാഘവ മകുന്ദ. ഈ മകുന്ദ ശ്രീനിവാസ് റെഡ്ഡിയുടെ മകനാണ് രാഘവ മകുന്ദ. അവരുടെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളിലും പോയി കഴിഞ്ഞാൽ അവരെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന ഒറ്റ ഒരാളുമായിട്ട്, ആരാന്നറിയോ? അവരെല്ലാം കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് കെ കവിതയുമായിട്ട് മാത്രമാണ്. ഈ കെ കവിത കൊടുക്കുന്ന ഇൻഫോർമേഷൻ മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിന്റെ താഴെപ്പാട് ഈ അരവിന്ദ് കേജ്രിവാളുമായി നേരിട്ട് കണ്ടിരിക്കുന്നത് രാഘവ മുകുന്ദ. അദ്ദേഹം പറയുന്നു, ഞങ്ങൾക്ക് ഡൽഹിയിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അരവിന്ദ് കേജ്രിവാൾ വരുന്നു, നിങ്ങളെപ്പോലുള്ള ആളുകൾ കടന്നു വരൂ, വലിയ ഡൽഹിയെ ഡെവലപ്മെന്റിന്റെ വഴിയിലേക്ക് കൊണ്ടുവരിക, വലിയ ഇൻവെസ്റ്റ്മെന്റ് വരട്ടെ, ഏത് തരത്തിലുള്ള നല്ല സംരംഭങ്ങൾ കടന്നു വരട്ടെ എന്ന് മാത്രം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതിന്റെ പേരിൽ വളരെ അപ്പൊ എന്നോട് ചോദിക്കും, ഇതെന്തുകൊണ്ട് വിചാരണ കോടതി ഇതൊന്നും ബോധ്യപ്പെട്ടില്ല എന്ന്. കാരണം ഇത് എന്ന് പറയുന്നത് വിചാരണ കോടതി ഇദ്ദേഹത്തെ റിമാൻഡിലേക്ക് വിട്ടിരിക്കുന്നത്, അരവിന്ദ് കേജ്രിവാളിനെ റിമാൻഡിലേക്ക് വിട്ടതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അദ്ദേഹം പിന്നെ കുറ്റവാളിയാന്നുള്ളതല്ല. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, പ്രോസിക്യൂഷൻ വാദിക്കുമ്പോൾ പ്രോസിക്യൂഷന്റെ വാദത്തിനാണ് ഒരു വിചാരണ കോടതിയിൽ ബലം കിട്ടുക. അപ്പോൾ 7 ദിവസത്തേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് പ്രോസിക്യൂഷൻ വളരെ ദീർഘമേറിയ ഒരു കാലയളവ് ചോദിച്ചെങ്കിൽ പോലും അനുവദിക്കാതെയാണ് 7 ദിവസത്തേക്ക് അരവിന്ദ് കേജ്രിവാളിനെ ഈ പറയുന്ന റിമാൻഡിലേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കേസിന്റെ ഒക്കെ ഗതി എങ്ങോട്ടാണ് പോകുന്നത് എന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ ഇവിടെ ഈ കേസിന്റെ റിസൾട്ട് എന്താകും എന്നുള്ളതല്ല ഈ രാജ്യത്തെ ഇപ്പോഴത്തെ ചർച്ച എന്ന് പറയുന്നത്. BJP ആഗ്രഹിക്കുന്നത്, കേന്ദ്ര ഭരണം ആഗ്രഹിക്കുന്നത് അതല്ല. അങ്ങനെയെങ്കിൽ ആ തെരഞ്ഞെടുത്ത സമയം ഇവിടെ ശ്യാമപ്രസാദ് പറഞ്ഞു 9 തവണ പിന്നെ നോട്ടീസ് നൽകി. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഈ 2022 തുടങ്ങിയത് 2 വർഷമായല്ലോ. നമുക്കറിയാം സാധാരണഗതിയിൽ, എനിക്കും ശ്യാമപ്രസാദിനൊക്കെ അറിയാം, ഈ നാട്ടിലെ പൊതുപ്രവർത്തകർ നമുക്ക് ഒരു സമ്മൻസ് കിട്ടി, അല്ലെങ്കിൽ നമുക്ക് പിന്നെ കോടതിയിൽ ഹാജരായി 3 തവണ വന്നിട്ട് ഹാജരായില്ല, നമ്മളെ 4ാമത്തെ തവണ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തത് നമ്മൾ ഹാജരായില്ല എങ്കിൽ. ഇവിടെ 9 തവണ അദ്ദേഹം ഹാജരായിട്ട് ഹാജരാകാതിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് കുറച്ചൊക്കെ ഒരു ഇമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇഡിക്ക് സ്വാഭാവികമായിട്ടും ഇഡി ഓഫീസിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിന് പകരം ഇഡിക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒന്ന് പോയി ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു വേണമെങ്കിലും അദ്ദേഹത്തോട് വിശദീകരണം ആവശ്യപ്പെടാം. കഴിഞ്ഞ ദിവസം എന്താ കണ്ടത്? ഇഡി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസ്തുതയിലേക്ക് ഇടിച്ചു കയറുവാനല്ലോ ചെയ്തത്. നേരത്തെ എന്തുകൊണ്ട് ആയിക്കൂടെ ഇടിച്ചു കയറുന്നുള്ള? അല്ല പ്രൊഫസർ റോണി, അവിടെ കവിതയുൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നത് ഈയിടെ ആണല്ലോ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുണ്ടാവും. വളരെ ക്രൂഷ്യലായിട്ടുള്ള തെളിവുകൾ ഒരുപക്ഷെ ഇ ഡിയുടെ പക്കൽ ലഭിച്ചിട്ടുണ്ടാവും. അത് ഇവരെ രണ്ടുപേരെയും ഇരുത്തി ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇ ഡി എത്തിയിട്ടുണ്ടാവും. നമുക്കതൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ? അല്ല പ്രിയപ്പെട്ട ശ്രീ അനിൽ നമ്പ്യാർ, ഞാൻ പറഞ്ഞു ഇതിന്റെ അകത്തൊക്കെ നമുക്ക് ഒരുപാട് ഞാൻ ചോദിക്കട്ടെ. 2014 കഴിഞ്ഞപ്പോൾ ചോദ്യം ചെയ്ത പി ചിദംബരം, അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹത്തെ എത്ര ദിവസം ചോദ്യം ചെയ്തത്? 5 ദിവസമാണ് അദ്ദേഹത്തെ, 56 മണിക്കൂർ അദ്ദേഹത്തെ തുടർച്ചയായി ചോദ്യം ചെയ്തത്. സോണിയാഗാന്ധി അത് വളരെ ഒരു രോഗാവസ്ഥയിലുള്ള ഒരു സ്ത്രീയാണ്. ആ ഒരു പരിഗണന പോലും നൽകാതെ 3 ദിവസമാണ്. ആ കേസിന്റെ ഒക്കെ ഗതി എവിടെ നിൽക്കുന്നു? അപ്പോൾ വളരെ കൃത്യമായി തന്നെ എന്താണ് ഇത് ഒരു കൃത്യമായുള്ള ഒരു രാഷ്ട്രീയ നാടകമാണ് എന്ന് സംശയിക്കുന്നതിനകത്ത് പ്രൊഫസർ റോണി, താങ്കൾ വീണ്ടും ആരോപിക്കുകയാണ് ഇത് രാഷ്ട്രീയ നാടകമാണെന്ന്. ശ്രീ ഷാബു പ്രസാദ് നേരത്തെ അദ്ദേഹം പറഞ്ഞത്, അതായത് ഈ കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടവരെ മാപ്പുസാക്ഷികളാക്കുന്നു. ആ മാപ്പുസാക്ഷികൾ പിന്നീട് BJPക്ക് ഫണ്ട് കൈമാറിയതായിട്ട് അത് ആ രേഖകൾ പുറത്തു വരുന്നു. അപ്പോൾ ഈ ഇ ഡിയെ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ വിരട്ടി വരുതിയിലാക്കുന്ന ഒരു സമീപനം, അത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ BJP സ്വീകരിക്കുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും സംശയിക്കുന്നു. ആ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ? കാരണം ഇങ്ങനെയുള്ളത് ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഷാബു പ്രസാദ്, ഒരു കാര്യമാണ് അനിൽ നമ്പ്യാരെ, ആരെങ്കിലും EDയോ അല്ലെങ്കിൽ CBIയോ അന്വേഷണ ഏജൻസിയോ പോലീസോ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ മാപ്പുസാക്ഷിയാക്കാനോ ഈ പറഞ്ഞ പോലെ അപ്രൂവറാക്കാൻ കഴിയുമോ? അപ്രൂവറായി കോടതി അംഗീകരിക്കണമെന്നേ. നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ അംഗീകരിക്കാതെ ഒരാളെ അപ്രൂവറാക്കാൻ കഴിയില്ല നമ്പ്യാരെ.
പ്രൊഫസർ റോണിക്ക് അത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥ കൊണ്ടാണ് അദ്ദേഹം അത് പറയാത്തത്. കാര്യം ഇവർക്ക് ഏത് ഘട്ടത്തിലാണ് ഒരാളെ അപ്രൂവർ ആക്കുന്നത്? കുറെ പ്രതികളുണ്ട്, ആ പ്രതികളിലൊരാൾക്ക് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കില്ല എങ്കിൽ എന്ന് അന്വേഷണ ഏജൻസിക്ക് തോന്നി. അപ്പോൾ ഈ അയാൾ അപ്രൂവർ ആകാൻ തയ്യാറുമാണ്. അപ്പോൾ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും, കോടതി അതിന്റെ കാര്യങ്ങൾ നോക്കും, എന്നിട്ടാണ് അയാളെ അപ്രൂവർ ആക്കുന്നത്. അല്ലെങ്കിൽ ആർക്കാണ് ഈ ലോകത്ത് അപ്രൂവർ ആകുന്നത്? ഒരാളെ തല്ലി കൊന്നു, അല്ലെങ്കിൽ ഒരു സംഘം ചേർന്ന് കൊന്നു, എന്നിട്ട് കോടതിയിൽ ഞാൻ മാപ്പുസാക്ഷിയായി. വളരെ എളുപ്പമല്ലേ കാര്യങ്ങൾ? അങ്ങനെ പറ്റില്ലല്ലോ. ഇതെല്ലാം ടോട്ടലി നമ്മുടെ നിയമവ്യവസ്ഥയുമായിട്ട് ബൗണ്ട് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഈ അരവിന്ദ് കെജ്രിവാളിനെയും അല്ലെങ്കിൽ സിസോദിയെയൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയിരിക്കുന്നത് കോടതിയാണ്. അറസ്റ്റ് ചെയ്യാൻ മാത്രമേ ഇ ഡി ചെയ്തിട്ടുള്ളൂ. അതുപോലെ അദ്ദേഹം ഇവിടെ പറഞ്ഞു, മറ്റേ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തിട്ട് എന്തായി, സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തിട്ട് എന്തായി? ആ അന്വേഷണം ഇപ്പോഴും ഇവർ രണ്ടുപേരും ജാമ്യത്തിലാണ്. പ്രൊഫസർ റോണി ഇവർ ജാമ്യത്തിലാണ്. ഈ രാജ്യം കണ്ട വലിയൊരു അഴിമതി കേസിൽ ജാമ്യത്തിലാണ് ഈ രണ്ട് സാറന്മാരും. ചിദംബരം ജാമ്യത്തിലാണ്, കേസ് നടക്കുകയാണ്. ആ കേസ് കാര്യം ഇവരെല്ലാവരും നല്ലപോലെ നിൽക്കാൻ പഠിച്ച കള്ളന്മാരാണ്. അതുകൊണ്ട് തന്നെ ആ കേസ് അന്വേഷണം പൂർത്തിയായി പുറത്തു വരാൻ അതിൻ്റെതായ സമയവും കാലങ്ങളും. നമ്മുടെ നാട്ടിലെ ഒരു കേസൊക്കെ തീരണമെങ്കിൽ എത്ര കാലം എടുക്കും എന്നുള്ളത് നമുക്കറിയാം. ഇതൊക്കെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പം ഇയാളെ അപ്രൂവർ ആക്കി അതിനുശേഷം കൊണ്ട് അദ്ദേഹം എന്താണ് ഇലക്ട്രൽ ബോണ്ട് എടുത്തു. അവരുടെ ഇലക്ട്രൽ ബോണ്ടിന്റെ പണം കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, രാജ്യം ഭരിക്കുന്ന പാർട്ടി, ഈ രാജ്യത്തെ 17 സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള പാർട്ടി, അങ്ങനെയുള്ള പാർട്ടിക്ക് കിട്ടിയിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയിരിക്കുന്ന പണവും മറ്റു പ്രാദേശികരുടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പല പാർട്ടികൾക്കും കോൺഗ്രസിനും ലഭിച്ചിരിക്കുന്ന പണവും നോക്കൂ. അത് ഒരു തരത്തിലും പ്രൊപ്പോർഷനേറ്റ് അല്ല. ക്വാണ്ടം കിട്ടിയ എമൗണ്ടിന്റെ ക്വാണ്ടം തീർച്ചയായിട്ടും BJPക്ക് കൂടുതലുണ്ടാകും, സമ്മതിക്കുന്നു. പക്ഷേ ഇവർക്ക് കിട്ടിയിരിക്കുന്ന പണവും അവരുടെ ജനസ്വാധീനവും അവരുടെ ഭരണത്തിലിരിക്കുന്ന അവരുടെ MP-മാരുടെ എണ്ണവും FLA-മാരുടെ എണ്ണവും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഹൈലി ഡിസ്പ്രപ്പോർഷനേറ്റ് ആണത്. എങ്ങനെ ഇവർക്ക് കിട്ടി? ഇവർ ഈ BJPക്ക് കിട്ടിയ ഇലക്ട്രൽ ബോണ്ടിൽ വഴി കിട്ടിയ പണത്തിന്റെ കണക്ക് മാത്രമേ ഇവർ പറയുന്നുള്ളൂ. എന്താണ് DMK മേടിച്ചത്? എന്തോ പുളിങ്കുരുവാണോ മേടിച്ചത് ഇലക്ട്രൽ ബോണ്ട് വഴി? മമതാ ബാനർജി മേടിച്ചത് എന്താണ്? BRS വാങ്ങിയത് എന്താണ്? ഇവരൊക്കെ വാങ്ങിയത് എന്താ? കോൺഗ്രസ് തന്നെ വാങ്ങിയത് എത്രയാണ്? 1 രൂപയെങ്കിലും ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങി. ഇലക്ട്രൽ ബോണ്ട് അഴിമതി പണമാണ്, കോഴപ്പണമാണ് എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ 1 രൂപയെങ്കിലും ഇവർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇവരും ഭാഗമല്ലേ? ആ കോഴപ്രക്രിയയുടെ ഭാഗമല്ലേ? പിന്നെ ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? പിന്നെ ഞാൻ ആദ്യത്തെ റൗണ്ടിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ അകത്ത് കാര്യം റോണിയെ പോലുള്ളവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. ഇതേപോലെ ഇരുന്ന് കോൺഗ്രസിനെ ന്യായീകരിച്ചിരുന്ന വലിയ ആൾക്കാരുണ്ട്. ടോം വടക്കൻ ഇതേപോലെ ചാനലുകൾ, ഞാനും അദ്ദേഹമായിട്ട് തന്നെ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട്. ടോം വടക്കൻ ഇവിടെ ഇരുന്ന BJPയെ പറ്റി ഇതുപോലെ പറഞ്ഞിരുന്ന ടോം വടക്കൻ പിന്നെ എന്തായി മാറി എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് പാർട്ടിയെ റെപ്രസെന്റ് ചെയ്ത് വരുമ്പോൾ ആ പാർട്ടിയെ ന്യായീകരിച്ചേ പറ്റുള്ളൂ. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷെ ഈ ന്യായീകരിച്ച് കാര്യം ഇത് പബ്ലിക്കും ഇത് വിലയിരുത്തുന്നുണ്ട്, ജനങ്ങൾ ഇത് വിലയിരുത്തുന്നുണ്ട്. ആ വ്യക്തമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് BJPയും കേന്ദ്ര ഗവൺമെന്റും എല്ലാം നീങ്ങുന്നതും. ജനം കാണണം, ജനം വിലയിരുത്തണം എന്നുള്ള വളരെ വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും അരവിന്ദ് കെജ്രിവാളിൻ്റെ മദ്യനയ അഴിമതിക്കെതിരെ പരാതി നൽകിയത് 2022 ജൂണിൽ പരാതി നൽകിയത് കോൺഗ്രസ് ആണ്. പുതിയ മദ്യനയം അഴിമതിക്ക് വേണ്ടിയെന്ന് വ്യക്തമാക്കിയായിരുന്നു അന്ന് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അനിൽകുമാർ പരാതി നൽകിയത്. കടലാസ് കമ്പനികൾക്കും ബിനാമി പാർട്ടികൾക്കും വേണ്ടിയാണ് നയരൂപീകരണമെന്ന ആരോപണം, അതാണ് അന്ന് കോൺഗ്രസ് മുന്നോട്ട് വച്ചത്. പക്ഷേ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പൂർണ്ണമായും പിന്തുണക്കുന്ന ഒരു സമീപനം. അരവിന്ദ് കെജ്രിവാൾ വിശുദ്ധനാണ് എന്ന് പറയാൻ നിർബന്ധിതമായിരിക്കുന്നു കോൺഗ്രസ്. അത് എന്തുകൊണ്ട്? അത് ഇരട്ടത്താപ്പല്ലേ എന്ന വിഷയത്തിലാണ് ഇത്രയും സമയം സംബന്ധിച്ചത്. വളരെയധികം നന്ദി ശ്രീ ഷാബു പ്രസാദ്, പ്രൊഫസർ റോണി കെ ബേബി ഈ ചർച്ച സജീവമാക്കിയതിന്. ജന സ്പെഷ്യൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി സംസ്കൃത വാർത്തകൾ കാണാം അല്പസമയത്തിനകം. നന്ദി, നമസ്തേ.